മൈക്രോവേവ് ആൻഡ് ആൻറ്റിനയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡോൾഫ് ഷെബിഷേവ് അറേയാണ് കാണാൻ പോകുന്നത്. സോ ഇതിനു മുമ്പ് രണ്ട് ടൈപ്പായിട്ടുള്ള എൻഫയർ അറേയും ബ്രോഡ് സൈഡ് അറേയും നമ്മൾ കണ്ടു. മൂന്നാമത്തെ ടൈപ്പായിട്ടുള്ള ഡോൾഫ് ഷെബിഷേവ് അറേയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഡോൾഫ് ഷെബിഷേവ് അറേ എന്ന് പറയുന്നത്, ഈ ഡോൾഫ് എന്ന് പറയുന്ന ഒരാൾ ഷെബിഷേവ് പോളിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് അറേയുടെ ഒരു ഡിസൈൻ ചെയ്തതിൻ്റെ പേരിലാണ് നമുക്ക് ഈ ഒരു നെയിമിൽ ഇത് കിട്ടുന്നത്. ഇതിനെ ജനറലായിട്ട് ഷെബിഷേവ് അറേ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്. ഒന്ന് ഈവൻ ഡിസ്ട്രിബ്യൂഷനും മറ്റൊന്ന് ഓഡ് ഡിസ്ട്രിബ്യൂഷനും. സോ നമുക്കറിയാം, ഇപ്പം നമ്മൾ പോയിന്റ് സോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒന്നുകിൽ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഓഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം. ഇതിൻ്റെ രണ്ടിനും സെപ്പറേറ്റ് ഇക്വേഷനാണ് ഈ ഡോൾഫ് ഷെബിഷേവ് അറേയിൽ വരുന്നത്. സോ സപ്പോസ് ഒരു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വിചാരിക്കുക. നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക? ഇപ്പം ഒരു 2 പോയിന്റ്സ് ആണ് അവിടെ വരുന്നതെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ രണ്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ A0യും അതുപോലെ A0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. അതല്ലെങ്കിൽ 4 വരുന്നതെങ്കിൽ നമുക്ക് A0 A1 അതുപോലെ തന്നെ A0 A1 എന്ന് പറഞ്ഞിട്ട് 4 ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിന് കൊടുക്കാം. അതല്ല ഇനിയും കൂടുതൽ വരികയാണെങ്കിൽ ദിസ് ഇസ് A2 ആൻഡ് ദിസ് ഇസ് A2. ഇങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ഈവൻ ഡിസ്ട്രിബ്യൂഷനിൽ കിട്ടുക. അതേസമയത്ത് ഓഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? സപ്പോസ് 3 പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇവിടെയും ഒരു പോയിന്റ് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെയും കൊടുക്കും. സോ ഇതിൽ ദിസ് ഇസ് A1 ആൻഡ് ദിസ് ഇസ് A1, ദിസ് ഇസ് A0. ഓക്കെ, അതേപോലെ തന്നെ 5 ആണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ 2 കൂടെ വരും. സോ A2 ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവും. സോ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ആ ഫേസ് ഡിഫറൻസ് ഇങ്ങനെ ഈക്വൽ ആയിട്ട് കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവാം. പക്ഷേ ഓഡിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഇവിടെ മിഡിലിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരും. ഈവൻ്റെ കേസിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് ആക്കാം. അടുത്തതിൻ്റെ കേസിൽ ഇത് രണ്ടും സെയിം ഡിസ്ട്രിബ്യൂഷനാണ്, നമുക്ക് സെയിം ആക്കി എടുക്കാം. പക്ഷേ ഓഡിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ A0 വിത്തൗട്ട് ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളത് 2A0 എന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് എടുക്കുക. സോ അതൊന്ന് മനസ്സിൽ വെക്കുക. സോ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇക്വേഷൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? ഫോർ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എന്തായിരിക്കും ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ലീനിയർ ബ്രോഡ് സൈഡ് അറേ ഓഫ് ഈവൻ നമ്പേഴ്സ് ഓഫ് NE ഡിസ്ട്രിബ്യൂഷൻ. ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് ആ NE അത്രയും നമ്പേഴ്സ് ഓഫ് ഐസോട്രോപിക് സോഴ്സ് ഉണ്ട് എന്നാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? അതിൻ്റെ ഫീൽഡ് ENE ഈസ് ഈക്വൽ ടു ആദ്യത്തെ 2A0 ആണ്. ഇതിനു മുമ്പ് കണ്ട പോലെ തന്നെ ഒരു ലാർജ് ഡിസ്റ്റൻസ് പോയിന്റ് Pയിലുള്ളതിലേക്ക് വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഫേസ് ഡിഫറൻസ് കണ്ടിട്ട് ആ പോയിന്റിലുള്ള ഫീൽഡാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഇതിന് മുമ്പ് കണ്ടാണ്. സോ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് വരും? 2A0 cos psi by 2 വരും. അതായത് ആ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് psi ആണ് നമുക്കവിടെ വരുന്നത്. ഇനി രണ്ടാമത്തെ രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ, ദാറ്റ് ഈസ് A1 പോയിന്റ്സുകളാണെങ്കിൽ 2A1 നമുക്കവിടെ ടോട്ടൽ 3 psi by 2 ആണ് വരിക. ഓക്കെ, പ്ലസ് നമുക്ക് അടുത്ത് വരുന്ന എന്താ? 2A2 cos 5 psi by 2 ആണ് വരിക. അങ്ങനെ പോയി ലാസ്റ്റ് ടേം നമുക്ക് എങ്ങനെ എഴുതാം? 2AK cos NE -1 by 2. അത്രയും psi ആണ് നമുക്ക് വരിക. NE -1 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓഡ് നമ്പറാണ്. എത്ര പോയിന്റ്സ് ഉണ്ടോ NE നമ്പർ ഓഫ് പോയിന്റ് സോഴ്സസ് ആണ് നമുക്കവിടെ വരുന്നത്. സോ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൽ നമ്മൾ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? ഫൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബീറ്റ ഡി കോസ് തീറ്റ. നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിലൊക്കെ കണ്ടിട്ട്. ഇതിൽ NE എന്ന് പറയുന്നത് എന്തായിരിക്കും? NE എന്ന് പറയുന്നത് നമുക്കൊരു ഓഡ് നമ്പർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? 2K+1 എന്ന് പറയുന്ന ഒരു ടേം നമുക്കവിടെ കൊടുക്കാം. വേർ K ഈസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു N വരെ പോകുന്നത്. സോ Kക്ക് നമ്മളൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് കിട്ടും? അതൊരു ഓഡ് നമ്പർ ആയിട്ടായിരിക്കും കിട്ടുക.
ഇതിനെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് 2k+2 എന്നുള്ള ഫോമിലും എഴുതാം. സോ ഈ ഒരു ടേം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ അതിൽ വരുന്നത്, NE - 1/2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, NEക്ക് നമ്മൾ എന്തായിരുന്നു വാല്യൂ എടുത്തിരുന്നത്, 2k+2 ആണ്. ദെൻ ഈ സെയിം മെത്തേഡ് -1/2, NEക്ക് പകരമുള്ള വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. സോ ഇവിടെ +2 - 1 ആണ്, അത് +1 ആവും. സോ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 2k+1/2 ആണ് നമുക്കവിടെ കിട്ടുന്നത് വിത്ത് റെസ്പെക്ട് ടു k. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫീൽഡ് ഈ NE എന്ന് പറയുന്നത് നമുക്ക് ജനറലായിട്ട് എങ്ങനെ എഴുതാം, 2 × summation k is equal to 0 to n-1 ak cos, ആ NE ഉള്ള ടേമിന് പകരം കെയുടെ ടേം നമുക്ക് കൊടുക്കാം, 2k+1/2. അത്രയും സൈ ആണ് നമുക്കവിടെ കിട്ടുക. ഓക്കെ, സോ ഇതാണ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് NE/2 ആണ്. സോ ഇതിൽ ഈ സമ്മേഷനിൽ കൊടുത്ത n എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് നത്തിങ് ബട്ട് NE/2. സോ ഇത് നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോർ ഓഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഓഡ് ഡിസ്ട്രിബ്യൂഷന് നമുക്ക് മറ്റൊരു ഇക്വേഷനാണ് വരുന്നത്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NO നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഈ NO എന്നാണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ നമുക്കറിയാം ഒറിജിനിൽ നമ്മൾ 2a0 എന്നുള്ള ആംപ്ലിറ്റ്യൂഡാണ് കൊടുത്തത് വിത്ത് നോ ഫേസ് ഡിഫറൻസ്. സോ 2a0, പിന്നെ നമുക്ക് കോസിൻ്റെ 0 ആണ് വരിക. സോ ഫേസ് ഡിഫറൻസ് 0 ആയത് കാരണം cos 0 1 എന്നുള്ള ഫോം ആവും. സോ 2a0 മാത്രമാണ് നമുക്കവിടെ വരിക, പ്ലസ് 2a1 cos psi ആണ് വരിക. നമുക്ക് ഫേസ് ഡിഫറൻസ് 2 ആണ് വരിക. സോ 2 × psi / 2 വരുമ്പോൾ 2 × 2 ക്യാൻസൽ ആയി പോയിട്ട് cos 5 വരും. അടുത്തത് നമുക്ക് എന്താ വരിക, 2a2 cos 2 phi ആണ് വരിക. അതായത് ഫേസ് ഡിഫറൻസ് 4 phi ആണ് വരിക. സോ /2 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2 psi. നമുക്ക് ഫേസ് ഡിഫറൻസ് ഇങ്ങനെ കൂടി വന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് എന്ത് വരും, 2ak cos NO - 1/2 × psi ആണ് നമുക്ക് വരിക. സോ ഇതാണ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. NO ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ഓഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്കതിൻ്റെ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. ഇതിൻ്റെ കേസിൽ നമുക്കറിയാം psi ഈസ് നത്തിങ് ബട്ട് βd cos θ. അതേപോലെ തന്നെ ഈ NO എന്ന് പറയുന്നത് എന്താണ്, 2k+1 ആണ് നമുക്കവിടെ വരിക. സോ അത് ഈവൻ നമ്പർ ഡിസ്ട്രിബ്യൂഷൻ ആണ്, വേർ k is equal to 0 1 2 3 etc. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, NO - 1/2 നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ വരുന്ന ടേം എന്ന് പറയുന്നത് NO - 1/2 ആണ്. സോ അതിന് വിത്ത് റെസ്പെക്ട് ടു കെയിൽ കൊടുക്കുന്ന സമയത്ത് NOയ്ക്ക് നമുക്ക് എന്താ അവിടെ എഴുതിയിട്ടുള്ളത്, 2k+1 ആണ്, പിന്നെ -1/2. ഓക്കെ, ഇതിൽ +1 -1 പോവും, അതിൽ 2 ക്യാൻസലായി പോകും, വിച്ച് ഈസ് ഈക്വൽ ടു k ആണ് നമുക്കവിടെ കിട്ടുന്നത്. സോ നമുക്ക് ജനറലായിട്ട് എന്ത് എഴുതാം, ഈ NO വിച്ച് ഈസ് ഈക്വൽ ടു 2 × summation k is equal to 0 to n. മറ്റേടത്ത് n-1 ആയിരുന്നു, ഇവിടെ നമുക്ക് 0 to n ആയിരിക്കും. ak cos, സോ ഇവിടെ കോസിന് ശേഷം എഴുതാൻ ശ്രദ്ധിക്കുക, 2k / 2 psi ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇത് നമുക്ക് 2 × 2 ക്യാൻസൽ ചെയ്ത് k psi എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള ഇക്വേഷനകത്ത് നോക്കിയാൽ കാണാം, കോസിനകത്ത് 2k+1/2 ആണ്. സോ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഈ ഫോമിലേക്ക് എഴുതുന്നത്. ഓക്കെ, ഇതിൽ n is equal to nothing but n0 - 1/2 ആണ്. സോ ഈവൻ ഡിസ്ട്രിബ്യൂഷനും ഓഡ് ഡിസ്ട്രിബ്യൂഷനും നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇത്. ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഷെബിഷേവ് പോളിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ്. ഈ ഷെബിഷേവ് പോളിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നതിന് നമുക്ക് ജനറലായിട്ട് ഇക്വേഷൻ ഉണ്ട്. അത് എങ്ങനെയാണ്, Tm of x is equal to cos m × cos inverse of x ആണ്.
ഇത് ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 അതേപോലെ സെയിം ഇക്വേഷൻ തന്നെ ടി എം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഹൈപ്പർബോളിക് എം കോസ് ഹൈപ്പർബോളിക് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇത് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ പ്ലസ് ഓർ മൈനസ് 1. ഈ ഇക്വേഷനാണ് നമ്മൾ ഈ ഷെബീഷെവ് പോളിനോമിയൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് എക്സിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് 2 ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ ഷെബീഷെവ് പോളിനോമിയൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു 0 to 7 വരെയുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഷെബീഷെവ് പോളിനോമിയലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്, ആ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മളിവിടെ എമ്മിന് 0 കൊടുക്കുകയാണ്. എമ്മിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇക്വേഷൻ എന്താ വരിക? T0 ഓഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എം എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ഇൻറ്റു കോസ് ഇൻവേഴ്സ് ആണ് വരിക. സോ 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ഷെബീഷെവ് പോളിനോമിയലിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ് ഫോർ എം ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എം ഇസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണ്. എം ഇസ് ഈക്വൽ ടു 1 കൊടുക്കുന്ന ഇക്വേഷൻ എങ്ങനെ മാറും? T1 ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഓഫ്. സോ ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഡെൽ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഡെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് psi/2 ആണ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാം? ഈ കോസ് ഇൻവേഴ്സ് ഇപ്പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് ഡെൽ എന്ന് നമുക്ക് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് എക്സ് ഇസ് നത്തിങ് ബട്ട് കോസ് ഓഫ് psi/2. ഓക്കെ, സോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യും. സോ അതൊന്ന് ഓർത്തിരിക്കുക. സോ ഇവിടുത്തെ കേസിൽ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 1 ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് വരുന്നത്. വാട്ട് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ഡെൽ. സോ 1 ഇൻറ്റു ഡെൽ ആണ് നമുക്കവിടെ വരിക. സോ കോസ് ഓഫ് ഡെൽ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ്. സോ നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ടേം കിട്ടും. സോ എമ്മിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് നമ്മുടെ പോളിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? എക്സ് ആണ്. ഇനി നമുക്ക് എം ഇസ് ഈക്വൽ ടു 2 നോക്കാം. എം ഇസ് ഈക്വൽ ടു 2 വരുന്ന സമയത്ത് ഇക്വേഷൻ എന്താ വരിക? T2 ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽ വിച്ച് ഇസ് ഈക്വൽ ടു. സോ കോസ് 2 തീറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നുള്ള ഫോമിലേക്ക് എഴുതാം. ഇതിനകത്ത് വാട്ട് ഈസ് കോസ് തീറ്റ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് 2x സ്ക്വയർ മൈനസ് 1 എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം. സോ എമ്മിൻ്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? 2x സ്ക്വയർ മൈനസ് 1 ആയിരിക്കും. അടുത്തത് എം ഇസ് ഈക്വൽ ടു 3 നമുക്ക് ചെയ്ത് നോക്കാം. സോ T3 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? കോസ് 3 ഇൻറ്റു ഡെൽ ആണ് നമുക്കവിടെ വരിക. കോസ് 3 തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ 4 കോസ് ക്യൂബ് ഡെൽ മൈനസ് 3 കോസ് ഡെൽ ആണ്. സോ ദിസ് ഈസ് എക്സ്പാൻഷൻ ഫോർ കോസ് 3 തീറ്റ. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനകത്ത് കോസ് ഡെൽ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ 4x ക്യൂബ് മൈനസ് 3x എന്ന് എഴുതാം. അതായിരിക്കും എം ഇസ് ഈക്വൽ ടു 3 വരുന്നത്. ആണ് എം ഇസ് ഈക്വൽ ടു 4ഉം കൂടെ നമുക്ക് നോക്കാം. സോ എം ഇസ് ഈക്വൽ ടു 4 വരുമ്പോൾ എന്ത് വരും? T4 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് 4 ഡെൽ ആണ് വരിക. കോസ് 4 തീറ്റയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ 2 ഡെൽ മൈനസ് 1 ആണ്. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കോസ് സ്ക്വയർ 2 ഡെൽ എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഈ 2 കോസ് സ്ക്വയർ 2 ഡെൽ ആണ്. സോ ഈ സാധനം നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇൻറ്റു 2 കോസ് സ്ക്വയർ ഡെൽ മൈനസ് 1 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാണ്. ഹോൾ സ്ക്വയർ മൈനസ് 1 നമുക്ക് അവിടെ ഉണ്ട്. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 4 കോസ് റേസ് ടു 4 ഡെൽ മൈനസ് 4
കോസ് സ്ക്വയർ ഡെൽ പ്ലസ് 1 ആണ് വരിക. ഇതിനെ എക്സ്പാൻഡ് ചെയ്യും, ബ്രാക്കറ്റിനകത്തുള്ളത് എക്സ്പാൻഡ് ചെയ്താണ്, ദെൻ -1. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോസ് ടേമിനെയൊക്കെ എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8x⁴ മൈനസ് 8x² പ്ലസ് 1 ആണ് കിട്ടുക. സോ ഈ ഒരു ടേം ആയിരിക്കും നമുക്ക് m = 4 വരുമ്പോൾ കിട്ടുക. നമുക്ക് പ്രോബ്ലത്തിലൊക്കെ എമ്മിൻ്റെ വാല്യൂ അപ് ടു 4 വരെ അല്ലെങ്കിൽ മോർ ദാൻ 5 ഒക്കെ നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും. സോ അറ്റ്ലീസ്റ്റ് ഈ 4 വരെയുള്ളതെങ്കിലും നമ്മൾ അറിഞ്ഞു വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് വളരെ ഈസിയാണ്. അതിനൊരു ഇക്വേഷൻ നമുക്കുണ്ട്. സോ ഇതിന് ശേഷം ഫോർ ഫർദർ വാല്യൂ ഓഫ് എമ്മിന് നമുക്കൊരു ഇക്വേഷൻ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് Tm+1 of x is equal to 2x Tm of x minus Tm-1 of x എന്നാണ് ആ ഇക്വേഷൻ. ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ എബോവ് 4 എബോവ് ഉള്ളതെല്ലാം നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ m = 5 നമുക്ക് നോക്കാം. സോ T5 of x ആണ് വരിക. സോ T5 of x ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 2x അവിടെ ഉണ്ട്, ഇവിടെ Tm+1 ആണ്, ഇവിടെ m ആണെങ്കിൽ നമുക്ക് എന്ത് വരും, T4 of x വരും മൈനസ് T3 of x വരും. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു വാട്ട് ഈസ് T4 of x, നമ്മൾ നേരത്തെ കണ്ടതാണ്, 8x⁴ മൈനസ് 8x² പ്ലസ് 1 മൈനസ് T3 of x നമ്മൾ നേരത്തെ കണ്ടതാണ്, 4x³ മൈനസ് 3x ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 16x⁵ മൈനസ് 16x³ പ്ലസ് 2x മൈനസ് 4x³ മൈനസ് 3x ആണ്. സോ ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 16x⁵ മൈനസ് 20x³ പ്ലസ് 5x. സോ ഇതാണ് T5 of x നമുക്ക് വരിക. സോ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ സമയത്ത് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ m = 5 ആണെങ്കിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് വരിക. സോ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഞാൻ ഇവിടെ ജസ്റ്റ് പ്ലോട്ട് ചെയ്യാണ്, ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം. ഇതിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ വൈ ആക്സിസിൽ Tm of x ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, T0 of x. സോ എക്സിൻ്റെ വാല്യൂ മാറുമ്പോൾ T0 of x എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് കിട്ടുന്നത്. സോ മേ ബി ദിസ് ഇസ് 1. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലൈനായിരിക്കും ഉണ്ടാവുക. ദിസ് ഇസ് ഫോർ T0. ഇനി T1ൻ്റെ കേസിൽ എന്താണ്, ഫോർ എക്സ് ആണ് വരുന്നത്. സോ എക്സിൻ്റെ കേസിൽ നമുക്ക് ആ ഒരു ഇതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക, എക്സ് എന്ന് പറയുന്നത് ലൈൻ ഈ രീതിയിലായിരിക്കും വരിക. ദിസ് ഇസ് ഫോർ T1. ഈ ഒരു ലൈന് ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഈ -1 ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് -1. ഇനി T2 of x എന്ന് പറയുന്നത് എന്താണ്, 2x² മൈനസ് 1 എന്നാണ്. സോ ഇതിൽ 2x² മൈനസ് 1 എന്ന് പറയുന്ന, സോ പാരബോളയുടെ എക്സ്പ്രഷൻ ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്രഷൻ. ആ ഒരു ഡയഗ്രാം നമ്മൾ എക്സിന് പല വാല്യൂ കൊടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ദിസ് ഇസ് +1, ദിസ് ഇസ് -1. ഓക്കെ, T2, T3 4x³ മൈനസ് 3x എന്ന് പറയുന്നത്, T3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ദിസ് ഇസ് അവർ T3. ഓക്കെ, ദിസ് ഇസ് T3. സോ T4 നമുക്ക് കിട്ടുന്നത് വേറൊരു രീതിയിലാണ്. സോ ഞാനത് വേറൊരു കളറിൽ വരയ്ക്കാം. സോ T4 നമുക്ക് വരുന്നത് വേറൊരു രീതിയിലാണ്. ദിസ് ഇസ് T4. ഓക്കെ, സോ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് അവിടെ കിട്ടിയിട്ടുണ്ട്. T1, T0, T1, T2,
സോ നമ്മളിപ്പോൾ ഒരു T4 വരെയുള്ള കംപ്ലീറ്റ് വാല്യൂസ് നമ്മൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് നോക്കി. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിനൊരു പ്രത്യേകത അവിടെ വരുന്നുണ്ട്. അതായത് T0 എടുക്കുക എന്ന് വിചാരിക്കുക, അതായത് ഈ ലൈൻ ഇതായിരുന്നു നമ്മുടെ T0. സോ ഇത് എന്താണ്, നമ്മളുടെ ഈ ഒറിജിൻ ലൈൻ, ഈ ലൈനിനെ ഒരു തവണ പോലും ക്രോസ് ചെയ്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ T0. T1 എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് വാസ് ദിസ് ലൈൻ. ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ആക്സിസിനെ ഒരു തവണയാണ് ക്രോസ് ചെയ്യുന്നത്. T2 എന്ന് പറയുന്നത് നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ലൈനായിരുന്നു, പാരബോളിക് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ഇത് ഈ ആക്സിസിനെ 2 തവണ ക്രോസ് ചെയ്യുന്നുണ്ട്. T3 എന്ന് പറയുന്നതോ, ദിസ് വാസ് T3 എന്ന് പറയുന്നത് ഇത് 1 2 3 ടൈം ക്രോസ് ചെയ്യുന്നുണ്ട്. ഇത് 1 2 3 4 ടൈംസ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആ പോളിനോമിയൽ റേഞ്ച് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ആ ഒരു നമ്പർ ഓഫ് ക്രോസിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സോ ഈ ഷെബിഷേഫ് പോളിനോമിയലിൻ്റെ പ്ലോട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾ ദ പോളിനോമിയൽസ് ഈസ് ഇൻ ദ റേഞ്ച്, അതായത് -1 x ആൻഡ് +1. ഈ -1നും +1നും ഇടയിൽ ഇറ്റ് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ ദ വാല്യൂ +1 ആൻഡ് -1. സോ എല്ലാ പോളിനോമിയൽസിൻ്റെ റേഞ്ചും +1നും -1നും ഇടയിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇൻ ദ റേഞ്ച് modulus of x less than 1, the mth order polynomial crosses axis m time. ആ എമ്മിൻ്റെ നമ്പർ എത്രയാണോ അത്രയും ടൈം ഈ ആക്സിസ് ക്രോസ് ചെയ്യും. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ തേർഡ് പോയിന്റ്? ഇൻ ദ റേഞ്ച് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് ദ പോളിനോമിയൽസ് ഗോ ഓൺ ഇൻക്രീസിങ് വിത്തൗട്ട് ലിമിറ്റ് at the rate proportional to x raised to m. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഇൻക്രീസ് ആയി പോവുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 3 പോയിന്റ്സ് ആണ് നമുക്ക് ഈ പോളിനോമിയലിൻ്റെ ഫിഗറിനകത്ത് നിന്ന് കിട്ടുന്നത്. ഓക്കെ.